സെനഗലിൽ അറസ്റ്റിലായ അധോലോക നേതാവ് രവി പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ തയ്യാറെടുത്ത് കൊച്ചി പോലീസ്. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നീക്കം. പൂജാരിയുടെ അറസ്റ്റ് സംബന്ധിച്ച് കേരള പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കൊച്ചിയിൽ എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിച്ചു. ഉമേഷിന്റെ റിപ്പോർട്ട്. സെനഗലിൽ വെച്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അധോലോക കുറ്റവാളി രവി പൂജാരി കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ രവി പൂജാരി ഇന്ത്യയിലെത്തുമ്പോൾ കൊച്ചിയിലെത്തിച്ച് അല്ലെങ്കിൽ കേരളത്തിലെത്തിച്ച് ഈ പ്രധാന തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് ഈ CBI വഴി ഇന്റർപോളിന് കത്തയച്ചതായി ഇപ്പോൾ IG വിജയ് സാക്കറെ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രധാനമായും ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ട മുഖ്യപ്രതിയാണ് ഈ രവി പൂജാരി. അതുകൊണ്ട് തന്നെ രവി പൂജാരിയെ കൊച്ചിയിലെത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റർപോളിന് കത്തയച്ചതായി അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇയാൾ ഇന്ത്യയിൽ വന്നിട്ട് ശേഷം നമുക്ക് കിട്ടും. രവി പൂജാരി നമ്മുടെ കേസിലെ പ്രതിയാണ്. ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇയാളുടെ കസ്റ്റഡി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നടപടി കൊച്ചി പോലീസ് ചെയ്യുന്നുണ്ട്. രവി പൂജാരിയെ എന്ന് ഇന്ത്യയിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ആയിട്ടില്ല. ഈ കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്ര, കർണാടക, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളായി ഏകദേശം 70-ലധികം കേസുകൾ രവി പൂജാരിക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് രവി പൂജാരിയെ വിട്ടുകിട്ടുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഇപ്പോൾ ഇന്റർപോളിന് കത്തയച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുക തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ ബ്യൂട്ടി പാർലർ വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വെടിവെപ്പ് നടത്തിയ ആളുകളെ കുറിച്ച് കേരള പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചതായി നൽകിയത്. 50% വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുക, വോട്ട് വ്യത്യാസം 5% കുറവെങ്കിൽ മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. 70% വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന തങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ശരത്ത് ചേർന്നു വിവരങ്ങളുമായി. ശരത്തിലേക്ക്. രശ്മി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് സമീപിച്ചത്. നിരവധി ആവശ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉള്ളത്, ഒന്നാമത്തെ ആവശ്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 50% വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുക എന്നുള്ളതാണ്. 50% വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുവാൻ ഒരു പരിധിവരെ സാധിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശമായി തെരഞ്ഞെടുപ്പ് പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചു, തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണിയതിൽ വിജയിച്ച ആളും അതുപോലെ തന്നെ രണ്ടാമതെത്തിയ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 5% കുറവാണ് എങ്കിൽ മുഴുവൻ ബൂത്തിലെയും, മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തിലെയും മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണുക എന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ വിവിപാറ്റ് സ്ലിപ്പിലെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെയും വോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വോട്ടുകളല്ല, മറിച്ച് വിവിപാറ്റ് സ്ലിപ്പുകളിലെ വോട്ടുകളായിരിക്കണം പരിഗണിക്കേണ്ടത് എന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധിയായ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും വോട്ടെടുപ്പ് നടന്നപ്പോൾ യന്ത്രങ്ങൾ പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വോട്ടെണ്ണൽ നടന്ന സമയത്തും യന്ത്രങ്ങൾ തകരാറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ പാർട്ടികൾ പെടുത്തി. അതോടൊപ്പം തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ അകത്ത് നടക്കുന്ന പ്രക്രിയ എന്നതിനെ സംബന്ധിച്ച് പാർലമെന്റിനോ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കൃത്യമായ ഒരു വിവരമില്ല. അതും ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികൾക്ക് മുന്നിൽ, പ്രതിപക്ഷ പാർട്ടികളോട് മുന്നിൽ വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഹാക്കത്തോൺ ചാലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. ആ ചാലഞ്ച് വിവിധ പാർട്ടികൾ ഒരു പാർട്ടിയും കാര്യമായി ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വാർഷിക ഓഡിറ്റ് നടത്താറുമില്ല. ഇവയൊക്കെ തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മൂലം നടത്തുകയാണെങ്കിൽ വിശ്വാസ്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചത്. 70% വരുന്ന രാജ്യത്തെ വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് പ്രാധാന്യം ഉണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപക്ഷ പാർട്ടികൾ ബോധ്യപ്പെടുത്തി.
22 പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ കത്തും അതും അപേക്ഷയും പരിഗണിച്ച് അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുകയും ചെയ്തു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പും നടക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ സയ്യിദ് ഷൂജ ഹാക്കത്തോൺ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്നിരുന്നു. ആ പ്രതിപക്ഷ പാർട്ടി യോഗത്തിന്റെ ഭാഗമായാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരുന്നത്. രശ്മി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. കെഎസ്ആർടിസിയിലെ റിസർവ് കണ്ടക്ടർ തസ്തികയിൽ PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ നൽകിയ അപ്പീലുകൾ അനുവദിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. അതേസമയം ഒഴിവുള്ള തസ്തികകളിൽ എംപാനലുകാരെ നിയമിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. എന്നാൽ എംപാനലുകാർക്ക് അവരുടെ അവകാശം നേടിയെടുക്കുന്നതിന് നിയമാനുസൃതം നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഉമേഷിന്റെ റിപ്പോർട്ട്. കെഎസ്ആർടിസിയിലെ കണ്ടക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട 2 ഹർജികളിലാണ് ഹൈക്കോടതി ഇന്ന് വാദം കേട്ട് വിധി പറഞ്ഞത്. അതിലൊന്ന് PSCയുടെ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടും തങ്ങൾക്ക് നിയമനം ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശി ആന്റണി ക്രിസ്റ്റോ ഉൾപ്പെടെ സമർപ്പിച്ച അപ്പീൽ ഹർജി കോടതി പരിഗണിച്ചു. കോടതി വിശദമായ വാദം കേട്ടു. ഇതുകൂടാതെ ഒഴിവുള്ള തസ്തികകളിൽ തങ്ങളെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർ സമർപ്പിച്ച ഹർജിയിലും കോടതി വിശദമായ വാദം കേട്ടു. ഈ 2 വാദവും കേട്ട ശേഷം എംപാനൽ ജീവനക്കാരുടെ ആവശ്യം കോടതി നിരസിച്ചു. ഒഴിവുള്ള തസ്തികകളിൽ തങ്ങളെ നിയമിക്കണം, തങ്ങൾക്ക് അതിന് അർഹതയുണ്ട് എന്ന വാദം കോടതി നിരസിക്കുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ KSRTCയിലെ നിയമനം PSC വഴി തന്നെ ആയിരിക്കണം, കണ്ടക്ടർ നിയമനം PSC വഴി തന്നെ ആയിരിക്കണം എന്ന് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞ മറ്റൊരു കാര്യം, PSC റാങ്ക് ഹോൾഡേഴ്സ് കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി KSRTCക്കും ബാധകമാണ് എന്നും ഹൈക്കോടതി ഇന്ന് ഉത്തരവിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം തന്നെ എംപാനൽ ജീവനക്കാർ ഇത്രയും വർഷം KSRTCയിൽ ജോലി ചെയ്തവരാണ്. അവർക്ക് നിയമപരമായ അവകാശങ്ങൾ ഉണ്ട്. ആ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനായി ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിനെയോ ലേബർ കോടതിയെയോ സമീപിക്കാവുന്നതാണ് എന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, കോടതി ഒരു വിമർശനം എന്ന് നടത്തുകയുണ്ടായി. എംപാനലുകാർക്ക് KSRTC തെറ്റായ പ്രതീക്ഷ നൽകി എന്നൊരു വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം കോടതി പറഞ്ഞത് അടിയന്തര ഘട്ടങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്ന താൽക്കാലികക്കാരുടെ സർവീസ് 180 ദിവസത്തിൽ കൂടരുത് എന്നാണ് സർവീസ് ചട്ടം. തുടർന്ന് KSRTCയിലെ ഒഴിവുകൾ സമയബന്ധിതമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ V ചിദംബരേഷ്, R നാരായണ പിഷാരടി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ KSRTC കണ്ടക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഹൈക്കോടതി തീർപ്പാക്കി ഉത്തരവിറക്കിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടുജോലിക്ക് നിർത്തിയതിന് നടി ഭാനുപ്രിയക്കെതിരായ കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവ്. പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെ മോഷണം ആരോപിച്ച് ഭാനുപ്രിയ നൽകിയ പരാതിയാണ് വഴിത്തിരിവിലേക്ക് നയിച്ചത്. ഭാനുപ്രിയയുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടി സ്വർണവും പണവും മോഷ്ടിച്ചുവെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ അമ്മ പ്രഭാവതി കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു. പെൺകുട്ടിയെ ജുവനൈൽ ഹോമിലേക്കും അമ്മയെ പുഴൽ ജയിലിലേക്കും മാറ്റി. ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങളുമായി വിഷ്ണു തത്സമയം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. വിഷ്ണുവിലേക്ക്. രശ്മി, കഴിഞ്ഞ മാസം 25-നാണ് നടി ഭാനുപ്രിയ തന്റെ പ്രായപൂർത്തിയാകാത്ത 14 വയസ്സുള്ള പെൺകുട്ടിയെ 18 മാസമായി വീട്ടുജോലിക്ക് നിർത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് കാണിച്ച് ആന്ധ്ര സ്വദേശിയായിട്ടുള്ള പ്രഭാവതി പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഭാനുപ്രിയയുടെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും 3 കുട്ടികളെ കൂടി ഇതുപോലെ ഭാനുപ്രിയ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ഒരു കേസിലാണ് ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പരാതിക്ക് പിന്നാലെ തന്നെ നടി ഭാനുപ്രിയയും പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് തന്റെ വീട്ടിൽ നിന്നും ഇവർ പണവും സ്വർണവും അടക്കമുള്ള വസ്തുക്കൾ അപഹരിച്ചെന്നും ഈ പെൺകുട്ടി തന്റെ വീട്ടിൽ ജോലിക്കുന്ന പെൺകുട്ടി സ്വർണം അടക്കമുള്ള വസ്തുക്കൾ മോഷ്ടിച്ച് അമ്മയായിട്ടുള്ള പ്രഭാവതിക്ക് നൽകിയെന്നും ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ ചില വസ്തുക്കൾ തിരികെ നൽകിയെന്നും ബാക്കിയുള്ള പിന്നീട് നൽകാമെന്നുമാണ് അവർ പറഞ്ഞതെന്നും നടി ഭാനുപ്രിയ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇങ്ങനെ തിരിച്ചു നൽകുന്നില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു പീഡന പരാതി പോലീസിൽ നൽകിയതെന്നടക്കമുള്ള ആരോപണങ്ങൾ
ആരോപണങ്ങളാണ് ഭാനുപ്രിയ ഉന്നയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈനിലേക്ക് മാറ്റിയ ഈ 14 വയസ്സുള്ള പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഒരു വിവരം നിർണായക വഴിത്തിരിവിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ അമ്മ പ്രഭാവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ കുട്ടിയെ ഇപ്പോൾ ജുവനൈൽ ഹോമിലേക്കും അതുപോലെ തന്നെ പ്രഭാവതിയെ, കുട്ടിയുടെ അമ്മയായിട്ടുള്ള പ്രഭാവതിയെ ഇപ്പോൾ പുഴൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നടി ഭാനുപ്രിയക്കെതിരെ വന്ന വലിയൊരു ആരോപണം, അതായത് കുട്ടിക്കടത്തു വരെയുള്ള ആരോപണങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ നടി രക്ഷപ്പെട്ടിരിക്കുന്നത്. വലിയൊരു വഴിത്തിരിവുണ്ടായിക്കൊണ്ട് നടി രക്ഷപ്പെട്ടിരിക്കുന്നത്. രശ്മി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ സിബിഐയെ തടഞ്ഞതിലൂടെ മമതാ ബാനർജി അഴിമതിയെ സംരക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. സിബിഐക്കെതിരായ നീക്കം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണിയാണ്. ഗവർണറോട് റിപ്പോർട്ട് തേടിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ നാടകങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. എൻഡിഎ ഇതര കക്ഷികളോട് അകലം പാലിച്ചിരുന്ന ബിജു ജനതാദളിന്റെ BJD, ശിവസേന തുടങ്ങിയവരും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. സമാനതകളില്ലാത്ത സംഭവവികാസമാണ് പശ്ചിമബംഗാളിൽ നടന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തിരിച്ചടിച്ചു. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണിയാണ് ബംഗാളിലുണ്ടായത്. അഴിമതിയെ സംരക്ഷിക്കുകയാണ് സർക്കാർ. ഗവർണറോട് റിപ്പോർട്ട് തേടിയെന്നും രാജ്നാഥ് സിംഗ് പാർലമെന്റിനെ അറിയിച്ചു. कल कलकत्ता में सीबीआई के अधिकारियों को उनको लॉफुल ड्यूटीज को करने से न केवल रोका गया बल्कि उन्हें कलकत्ता पुलिस द्वारा पुलिस थाने में डिटेन किया गया। मैं समझता हूं कि ऐसी घटना देश के इतिहास में अनप्रेसिडेंटेड है। जैसा कि इस सदन को अवगत होगा, सीबीआई को शारदा स्कैम की जांच करने की जिम्मेदारी ऑनरेबल सुप्रीम कोर्ट ऑफ इंडिया द्वारा दी गई है। പ്രതിപക്ഷ പാർട്ടികളെ നശിപ്പിക്കാനാണ് സിബിഐയെ സർക്കാർ ഉപയോഗിക്കുന്നതെന്ന് മല്ലികാർജുന ഖാർഗെ കുറ്റപ്പെടുത്തി. എന്നാൽ ബംഗാളിൽ മമതയുടെ തേർവാഴ്ചയാണെന്ന് TMC വിമത MP സൗമിത്ര ഖാൻ പറയാൻ ശ്രമിച്ചത് തൃണമൂൽ അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് സഭയുടെ മുമ്പിലേക്ക് ക്ഷണിച്ച സ്പീക്കർ MPക്ക് മറ്റൊരു മൈക്ക് നൽകി ആരോപണം ആവർത്തിക്കാൻ അവസരമൊരുക്കി. അതേസമയം ചിട്ടിതട്ടിപ്പ് കേസുകളിലെ CBI അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരിലെ IPSകാരെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സത്യാഗ്രഹം 2ാം ദിവസത്തിലേക്ക് കടന്നു. മന്ത്രിസഭാ യോഗവും സത്യാഗ്രഹ പന്തലിൽ മമതാ ബാനർജി വിളിച്ചു ചേർത്തു. പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയ മന്ത്രി പ്രകാശ് ജാവദേക്കർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമ ബംഗാൾ പോലീസ് CBI ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ CBI നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ചിട്ടിത്തട്ടിപ്പ് കേസിലെ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. CBI നൽകിയ ഹർജിയിൽ അത്തരം തെളിവില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. CBIക്ക് വേണ്ടി സുപ്രീം കോടതിക്ക് മുമ്പിലെത്തിയ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 2 ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ചിട്ടി ഫണ്ട് തട്ടിപ്പിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നു. എത്രയും വേഗം കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകണം. 2, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ധർണയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കണം. മറുപടി നൽകിയ ചീഫ് ജസ്റ്റിസ് അപേക്ഷയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി. കമ്മീഷണർ ചിട്ടി തട്ടിപ്പിലെ തെളിവുകൾ നശിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുമ്പോഴും അത് വ്യക്തമാക്കാനുള്ള തെളിവുകൾ അപേക്ഷയിലില്ല. മറ്റാവശ്യങ്ങൾ അടിയന്തര പ്രാധാന്യം ഉള്ളതുമല്ല. പിന്നെന്തിനാണ് ഇത്ര ധൃതി? പോലീസ് കമ്മീഷണർ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് നാളെ രാവിലത്തേക്ക് മാറ്റി. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന സോളിസിറ്റർ ജനറലിന്റെ ആവശ്യവും കോടതി തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മോദിക്കെതിരെ നിതിൻ ഗഡ്കരിയുടെ ഒളിയമ്പ്. കുടുംബം നോക്കാത്തവർക്ക് രാജ്യം നന്നാക്കാൻ കഴിയില്ല എന്ന നിതിൻ ഗഡ്കരി. തന്റെ ജീവിതം പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി നീക്കിവച്ചിരിക്കുന്നുവെന്നാണ് ചിലർ പറയുന്നത്. ഇത് ശരിയല്ല. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കണം, പിന്നീട് രാജ്യം നന്നാക്കുകയാണെന്നാണ് ഗഡ്കരി പറയുന്നത്. നാഗ്പൂരിൽ ABVPയുടെ മുൻ പ്രവർത്തകരുമായി നടന്ന സംവാദത്തിനിടയിലായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും പരോക്ഷ വിമർശനം ഉയർത്തിയത്. കുടുംബത്തെ മാന്യമായി നോക്കാൻ കഴിയാത്തവർക്ക് രാജ്യം ഭരിക്കാനാകില്ല. തന്റെ ജീവിതം പാർട്ടിക്കും കുടുംബത്തിനും വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു. ഇത് ശരിയല്ല. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കണം, പിന്നീട് വേണം രാജ്യം നന്നാക്കാൻ ഇറങ്ങേണ്ടതെന്നുമാണ് ഗഡ്കരി വ്യക്തമാക്കിയത്. അതേസമയം രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങൾക്ക് സ്വപ്നങ്ങൾ വിൽക്കുകയാണെന്നും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പരാമർശം
പ്രധാനമന്ത്രി ഉദ്ദേശിച്ചായിരുന്നുവെന്നും അന്നും വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പുതിയ പരാമർശം നടത്തിയത്. അതേസമയം ഗഡ്കരിയെ മുന്നിൽ നിർത്തി RSS നേതൃത്വത്തിന്റെ ചരടുവലിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ നിതിൻ ഗഡ്കരി ആയിരിക്കുമെന്ന സൂചന ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലോ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ഗഡ്കരി വെല്ലുവിളി ഉയർത്തുമെന്ന നിരീക്ഷണവും ഇതിന് പിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്. ടൊറന്റോ അഡ്വർടൈസിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ സുലേഖ ദാവൂദിന് വാരണസിയിൽ നടന്ന പ്രവാസി ദിവസിൽ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ആദരിച്ചു. സുലേഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർപേഴ്സൺ കൂടിയാണ് ഡോക്ടർ സുലേഖ. UAE ഗവൺമെന്റിന്റെ നിരവധി അംഗീകാരങ്ങളും സുലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ സ്വാധീനിച്ച 20 ഗ്ലോബൽ ഇന്ത്യൻ വനിതകളിൽ ഒരാളായും ഡോക്ടർ സുലേഖയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 2019 മണപ്പുറം മിസ് സൌത്ത് ഇന്ത്യ കിരീടം കേരളത്തിന്റെ നികിത തോമസ് കരസ്ഥമാക്കി. തരണി കലിംഗരായി ഫസ്റ്റ് റണ്ണറപ്പും ദീപ തോമസ് സെക്കൻഡ് റണ്ണറപ്പുമായി. തെന്നിന്ത്യയുടെ സൗന്ദര്യ റാണിയെ കണ്ടെത്താനായി ഡോക്ടർ അജിത് രവി നടത്തിയ 17ാമത് മിസ് സൌത്ത് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിലാണ് ഇവർ ജേതാക്കളായത്. പെഗാസസിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കോയമ്പത്തൂർ ടെക് സിറ്റിയുടെയും സംയുക്ത സംരംഭത്തിൽ സംഘടിപ്പിച്ച മിസ് സൌത്ത് ഇന്ത്യ 2019 മുഖ്യ പ്രായോജകർ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. DQ വാച്ചസ്, സാജ് എർത്ത് റിസോർട്ട്സ്, യൂട്യൂബ് വേൾഡ് ഇൻ, ജോസ്കോ ജുവലേഴ്സ് എന്നിവരാണ് പവേർഡ് ബൈ പാർട്ട്നേഴ്സ്. മിസ് സൌത്ത് ഇന്ത്യ വിജയിക്ക് മുൻ ജേതാവ് ലക്ഷ്മി മേനോനും ഫസ്റ്റ് റണ്ണറപ്പിന് സെക്കൻഡ് റണ്ണറപ്പിനും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് MD ആൻഡ് CEO VP നന്ദകുമാറും കിരീടം അണിയിച്ചു. ഫെബ്രുവരി 3 കോയമ്പത്തൂരിലെ മെറിഡിയൻ ഹോട്ടലിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 24 സുന്ദരിമാരാണ് മാറ്റുരച്ചത്. റിസർവ് ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രത്യാശ റിട്ടയർമെന്റ് ഹോം പദ്ധതി യാഥാർത്ഥ്യമായി. ആലുവയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ NS വിശ്വനാഥൻ നിർവഹിച്ചു. റിസർവ് ബാങ്കിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കായി അസോസിയേഷൻ കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. 1 ഏക്കർ സ്ഥലത്ത് 68 ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ളാറ്റും പരിസരവും ഹരിത മേഖലയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകർ വൃക്ഷത്തൈ നട്ട് തുടക്കം കുറിക്കുകയും ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ PN നന്ദകുമാർ, PA പൌലോസ്, റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടർ MSN സ്വാമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.